നിങ്ങൾ ക്യാമറയിൽ കാണാത്ത ഒരു രൂപവും ഒരു സ്വഭാവവും അവനുണ്ട്. അത് നമ്മൾ അവിടെ വീട്ടിൽ താമസിക്കുന്നവർക്ക് മാത്രമേ അറിയൂ. പക്ഷെ കിച്ചന്റെ പെർഫോമൻസ് ഒന്ന് കാണണമായിരുന്നു. ഞാൻ കണ്ടായിരുന്നു. മമ്മൂനെ ഞാൻ പീഡിപ്പിച്ചു. ഇതല്ലേ ഇവൻ ചെയ്യുന്ന കാര്യങ്ങളാ. അയാൾ പറഞ്ഞൊക്കെ നേരാണോ? അയ്യേ, തന്നെയൊക്കെ എങ്ങനെയാണോ വിശ്വസിച്ചു കൂടെ കൊണ്ടുനടക്കുന്നത്? ഇത് മനസ്സിലാക്കുന്നില്ല, ആർക്കും ഇത് അറിയില്ല. എല്ലാവരും ഒന്നൊരു നന്മ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് എല്ലാവരും നിൽക്കുന്നത്. ഈ വീട്ടില് ഡ്രഗ്സ് കയറ്റി, ഓക്കെ, ഡ്രഗ്സ് കേട്ടിട്ട് പിള്ളേർക്കും ഡ്രഗ്സ് കൊടുത്തിട്ട് ബാക്കി എന്താ പറയാ, മമ്മ ബ്ലോ ചെയ്യാ ഇവനാ. ഇവൻ മമ്മൂനെ കൊണ്ട് ഇവനെ ബ്ലോ ചെയ്യിപ്പിക്കുക. അപ്പൊ ആണുങ്ങളെ കയറി പിടിക്കും. അമ്പടാ ഭയങ്കര. ഇവനെ പോലൊരുത്തുള്ള വീട്ടിൽ എന്ത് വിശ്വസിച്ചാ എന്റെ മോനെ പറഞ്ഞയക്കുന്നത്? ഒരു ദുർബല നിമിഷത്തിൽ അവൻ എന്റെ മോനെ കയറി പിടിക്കില്ല എന്ന് എന്താ ഉറപ്പ്? അതിന്റെ വീഡിയോ എന്റെ കയ്യിലുണ്ട്. എന്റെ കയ്യിലുണ്ട്. പാച്ചേട്ടാ, അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ആ മുഖത്തെ ചവിട്ടി, കാരണം വിഷമായിട്ടാ. ഞാൻ ചെയ്യേണ്ടതാണ് നീ ചെയ്തത്. അവിടെ ഗ്യാങ് ഹൗസിൽ നടന്ന കാര്യം ഇതിപ്പോ ഞാൻ പറഞ്ഞത് ഒരു 10% മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ബാക്കി ഒരു 90% ബാക്കിയുണ്ട്. മനസ്സിലാവും. ബാക്കി ഇതിലും ഡാർക്കർ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ. വെറുതെ കിടന്ന് ഉരുളാദാശനെ. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? ആ നിരപരാധിയം തെളിയിച്ചിട്ടേ ഞാൻ പോകുമത്തെ. അതുകൊണ്ട് പഠിച്ച് പരീക്ഷ എഴുതി സർട്ടിഫിക്കറ്റും വാങ്ങിച്ചിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകും. വീഡിയോ ഇറങ്ങി കഴിഞ്ഞിട്ട് ഓമെന്ന് പറയട്ടെ, ഇത് ഞാനല്ല, ആ ബ്ലർ ചെയ്ത് വേറെ ആയിരുന്നു മുഖം പറയട്ടെ. അപ്പൊ ഞാൻ മുഖം ബ്ലറില്ലാത്ത ഞാൻ ഇതാക്കാം. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? എന്തൊരു ഗതികേടാണ് ഈശ്വര. അതിന് മാത്രം നമ്മൾ എന്ത് പാപമാ ചെയ്ത്? എടാ, എനിക്ക് ഈ സാഹചര്യത്തിൽ നിഷ്പ്രയാസം രക്ഷപ്പെടാം. ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസിനും ഒരു AI വോയിസ് ഇമിറ്റേറ്റിങ്ങിനും ബ്രില്യന്റ് എഡിറ്റിങ്ങിനും ഒന്നും എന്നെയോ എന്റെ കരിയറിനെ നശിപ്പിക്കാൻ കഴിയും. അതെവാ, ഞാൻ ഒരു കാര്യം പറയാം. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ തരുതപ്പാം. നീ വാ.